നമസ്കാരം. KPCC പുനഃസംഘടനയെ ചൊല്ലി വീണ്ടും തമ്മിൽ തല്ല് ആരംഭിച്ചിരിക്കുന്നു. ഇത്തവണ സുധീറിനെ നേരിടാൻ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒപ്പം ചേർന്നുള്ള പുതിയ സമരമുഖമാണ്. അങ്ങ് അപ്പുറത്ത് വെള്ളാപ്പള്ളിയാണെങ്കിൽ BJPക്കൊപ്പം ചേർന്ന് രാഷ്ട്രീയ പാർട്ടി നാടകം അതിൻ്റെ ക്ലൈമാക്സിൽ എത്തിച്ചു കഴിഞ്ഞു. നാടകങ്ങളും അന്തർനാടകങ്ങളും കാണാം. ഡെമോക്രസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ഇനി ആശ്വസിക്കാം. VM സുധീറിനെ അടിച്ചു നിരപ്പാക്കാനായിട്ടാണെങ്കിലും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒന്നിച്ചിരിക്കുന്നു. ഗ്രൂപ്പുകൾ ഇല്ലാതാക്കാനുള്ള പരിപാടികളും അഴിമതി വിരുദ്ധ യുദ്ധവുമെല്ലാം പ്രഖ്യാപിച്ച സുധീരൻ ഗ്രൂപ്പ് കച്ചവടത്തിൻ്റെ വേരറുക്കുമോ എന്ന പേടി കൂടിയതോടെയാണ് ഐ ഗ്രൂപ്പുകൾ ഒന്നിച്ചത്. ദില്ലിയിൽ പോയി രാഹുലിനെയും സോണിയാമ്മയെയും കണ്ട സുധീരൻ പാർട്ടി പുനഃസംഘടന തന്നെ നിർത്തിവെക്കും എന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ തിരിച്ചെത്തിയ സുധീരൻ പൂർവാധികം ശക്തിയോടെ പുനഃസംഘടനാ പരിപാടികൾ തുടരും എന്നാണ് വീണ്ടും പ്രഖ്യാപിച്ചത്. എന്തായാലും ദില്ലിയിൽ പോയി രാഹുൽ ഗാന്ധിയെ കണ്ടത് സുധീറിനെ തെല്ലൊന്നുമല്ല ആവേശഭരിതനാക്കിയത്. കർഷക റാലിയിൽ പങ്കെടുക്കാനാണ് ഡൽഹിയിൽ വന്നത്. ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ കണ്ടു. ഇന്ന് ഉപാധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധിയെയും കാണാനായി. തങ്കപ്പെട്ട മനുഷ്യൻ, വെറുതെയല്ല കർത്താവ് ചില ആളുകളെ സ്വർഗത്തോളം ഉയർത്തുന്നത്. എന്തൊരു വിനയം, എന്തൊരു പെരുമാറ്റം. ഞാൻ എന്റെ പേര് പറഞ്ഞപ്പോ തന്നെ അറിയാം ധാരാളം കേട്ടിട്ടുണ്ട്. മുതലാളി ഇരുന്നാട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ശരിക്കും എനിക്ക് രോമാഞ്ചം ഉണ്ടായി. കണ്ടില്ലേ? കണ്ടു. അത് പിന്നെ മുതലാളി ഈ നാട്ടിൽ വന്നപ്പോ ഇവിടുത്തെ വലിയ പണക്കാരൊക്കെയാന്ന് അങ്ങേര് അന്വേഷിച്ചു കാണും. മുതലാളിയുടെ കാര്യം ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അതല്ലെന്നേ, നേരത്തെ എന്നെ പരിചയമുള്ളത് പോലെയല്ലേ അദ്ദേഹം എന്നോട് പെരുമാറിയത്. ആരുടെ കാര്യമാണ് പറയുന്നത്? രാഹുൽ ഗാന്ധിയുടെ അങ്ങേരുടെ ആ ഒരു ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി വീട്ടിൽ വിളിച്ച് ഇത്തിരി ഭക്ഷണം കൊടുത്താലോ. സാധാരണ രീതിയിൽ ഇന്ന് കിട്ടാൻ അദ്ദേഹത്തെ കാണാൻ വളരെ പ്രയാസമുള്ള ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്നത്തെ കർഷക റാലിക്കിടയിൽ അദ്ദേഹത്തിൻ്റെ സഹായി വിളിച്ചു പറഞ്ഞു അദ്ദേഹം ഒരുമിച്ച് കർഷക റാലി വെനുവിൽ നിന്നും ഒന്നിച്ച് മടങ്ങാം എന്ന് അറിയിച്ചു. അദ്ദേഹത്തോടൊപ്പമാണ് അവിടെ നിന്ന് മടങ്ങിയത്. സത്യമായിട്ട് മുതലാളി നേരിട്ട് കണ്ടോ? കാണാതെ എങ്ങനെയാണോ വീട്ടിലേക്ക് ഊണിന് വെച്ചടിക്കുന്നത്? ഇദ്ദേഹം നേരിട്ട് കാണാൻ ആളെങ്ങനെ? സുന്ദരൻ, എന്താ ഒരു തലയെടുപ്പ്. മടങ്ങവേ കാറിൽ വെച്ചും പിന്നീട് 10 ജൻപത്തിൽ വന്ന് അവിടെ വെച്ചും അദ്ദേഹവുമായി ആശയവിനിമയം നടത്താൻ സാധിച്ചു. തങ്കഭസ്മം തീർന്നു പോയതിന് തല്ലുകാരൻ വല്ലതും പറഞ്ഞു? നല്ല കാര്യം പറഞ്ഞില്ല, തങ്കഭസ്മം തീർന്നു പോയി എന്ന് മാത്രം പറഞ്ഞു മുതലാളി. അപ്പൊ മുതലാളി തന്നെയല്ലേ പറഞ്ഞത് ഒരു ചാക്ക് തങ്കഭസ്മം കൽക്കട്ടയിൽ ഇറക്കി കൊടുക്കാമെന്ന്? ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്. വളരെ സംതൃപ്തി ആ കാര്യത്തിലുണ്ട്. അദ്ദേഹത്തെ കാണാൻ സാധിക്കാതെ പോയിരുന്നെങ്കിൽ അതൊരു കുറവായി പോയത്. ഈ തിരക്കിനിടയിലും അദ്ദേഹം കേരളത്തോട് കാണിച്ച കേരള PCCയോട് കാണിച്ച താല്പര്യത്തിന് പ്രത്യേകമായ നന്ദി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നന്ദിയൊക്കെ പറഞ്ഞ് സുധീരൻ നാട്ടിലെത്തുമ്പോഴേക്കും എന്താണ് സ്ഥിതി? ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും സുധീറിനെതിരെ ഒന്നായി പോരാടാൻ തീരുമാനിച്ചു. ഗ്രൂപ്പ് രഹിത വിപ്ലവത്തിന് കോപ്പുകൂട്ടിയ സുധീരൻ അധ്വാനമൊന്നുമില്ലാതെ അക്കാര്യം നേടിയെടുത്തു എന്ന് വിചാരിക്കാം. എന്നാൽ ഇനി സുധീറിൻ്റെ പരിപാടികളൊന്നും വേണ്ട എന്നതാണത്രേ ഗ്രൂപ്പ് രാജാക്കന്മാരുടെ തീരുമാനം. മാത്രമല്ല സുധീരൻ ഹൈക്കമാൻഡിനെ കണ്ട് തിരിച്ചെത്തുമ്പോഴേക്കും പുനഃസംഘടന നിർത്തിവയ്ക്കാൻ സുധീറിനോട് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു എന്നൊരു വാർത്തയും നാട്ടിൽ പരന്നു. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും പറ്റിച്ച പണിയല്ലേ ഇതു? കേട്ടയുടനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പുനഃസംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് സുധീരൻ പ്രഖ്യാപിച്ചു. എല്ലാം കേട്ട് ചാണ്ടിയും ചെന്നിത്തലയും പല്ലിറുമി. AICCയുടെ അനുവാദത്തോടുകൂടി തുടങ്ങിയിട്ടുള്ള ഈ പുനഃസംഘടന നീട്ടിവെക്കാൻ ഒരു സന്ദർഭത്തിലും ആരും തന്നെ നിർദ്ദേശിച്ചിട്ടില്ല. കോൺഗ്രസ് അധ്യക്ഷയോ ഉപാധ്യക്ഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും AICC നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളും തന്നെ നീട്ടിവെക്കാൻ അഭ്യർത്ഥിച്ചിട്ടില്ല. പല്ല് കടിക്കണം, മുഷ്ടി ചുരുട്ടണ്, ആകെ വിയർക്കണം, നാടിഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറണം, ചങ്കിനകത്ത് താളമടിക്കണ്, തക്കിട്ട മേളമടിക്കണം, കയ്യും കാലും വിറവിറയ്ക്കണു, പെടപെടയ്ക്കണു, തുടിക്കണം, വിരല് പെരുത്ത് കയറണം. കോൺഗ്രസിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന അർഹരായ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും പാർട്ടിക്ക് ഒരു പുത്തൻ ഊർജവും ഉന്മേഷവും ഉണർവും നൽകും. പുനഃസംഘടന നടന്ന തലങ്ങളിലെ ഇമ്പാക്റ്റ് അതാണ്. വളരെ ഒരു പുത്തൻ ആവേശവും
ഒരു പുതിയ ഉണർവുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രക്രിയയുമായി മുന്നോട്ട് പോകും. കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടൻ, ആകെ വിയർക്കാണ്. അതോടുകൂടി തന്നെ ഈ പ്രക്രിയ പൂർത്തിയാക്കാനുള്ള ശ്രമം നടത്തും. വേണമെങ്കിൽ ഇനി ബാക്കി അവശേഷിക്കുന്ന പുനഃസംഘടനാ പ്രക്രിയ തീർക്കണമെങ്കിൽ കേവലം ഏതാനും ദിവസത്തെ സമയം മാത്രം മതിയാകും. നാടിഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ടുകയറാണ്. ഇത് ഏതെങ്കിലും ഒരു നിർബന്ധത്തിൻ്റെയോ വാശിയുടെയോ പ്രശ്നമായി ആരും കാണില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയല്ല. ചങ്കിനകത്ത് താളമടിക്കണ്, തകിട തകിട മേളമടിക്കണ്. APCC അധ്യക്ഷനായി ഞാൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷം സംഘടനാ തലത്തിൽ നടത്തിയ വളരെ ശ്രമകരമായ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടം വരെ ഇതെത്തിയിട്ടുള്ളത്. എല്ലാവരും സഹകരിക്കുകയും ചെയ്തു, വളരെ ആത്മാർത്ഥമായി എല്ലാവരും സഹകരിക്കുകയും ചെയ്തു. അപ്പോൾ ആ പ്രക്രിയ പൂർത്തിയാക്കുക എന്നുള്ളത് ഇനിയും നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. പല്ലിറുമ്മി നടന്നു എന്ന് മാത്രമല്ല, സുധീറിനെ നിരപ്പാക്കാനും പുനഃസംഘടനാ വീതം വെപ്പ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം നടത്താനുമായി സംയുക്ത ഓപ്പറേഷനു വേണ്ടിയും എയും ഐ ഗ്രൂപ്പും രംഗത്തിറങ്ങി. ഇതിനായി ഉമ്മൻചാണ്ടി KC ജോസഫിനെയും ചെന്നിത്തല K മുരളീധരനെയും രംഗത്തിറക്കി. ചിര പരിചിതമായ കൊട്ടേഷൻ പ്രവർത്തനം അവർ ഭംഗിയായി നടത്തി. ഒരു പുനഃസംഘടന അങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. പല ചർച്ചകളുണ്ടാകണം, പല അഭിപ്രായങ്ങളുണ്ടാകും. അപ്പം അതിൻ്റെ പേരിലുള്ള ഒരു അനാവശ്യമായ അലോസരങ്ങൾ പാർട്ടിയിലുണ്ടാകുന്നത് ഈ സമയത്ത് ഗുണകരമാണോ എന്ന് നേതാക്കന്മാർ ആലോചിക്കട്ടെ. അപ്പോൾ ഞാൻ പുനഃസംഘടന വേഗം വേണമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാനും അതിനോട് യോജിപ്പ് പ്രകടിപ്പിച്ച ഒരാളാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വാഹന പ്രചരണ ജാഥകൾ അനൗൺസ് ചെയ്ത് കഴിയുകയും UDFുമായിട്ടുള്ള സീറ്റ് ചർച്ചകൾക്കൊക്കെ ആരംഭം കുറിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനിയൊരു പുനഃസംഘടനയ്ക്ക് വേണ്ടി സമയം നീക്കി വയ്ക്കാനുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ലോക്കൽ ബോഡി കഴിഞ്ഞിട്ടായിരിക്കും ഇനി അഭികാമി പാർട്ടിയെ സംബന്ധിച്ച്. ജഡ്ജിയെയും പരാതിക്കാരെയും ഓടിക്കുന്ന വിധത്തിൽ കൊട്ടേഷൻകാർ വിചാരിച്ചാൽ VM സുധീറിനെ ഓടിക്കാൻ കഴിയുമോ? ഇതൊക്കെ സിമ്പിളാണ് എന്നും പറഞ്ഞിരുന്ന ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും നിരാശപ്പെടുത്തി വീണ്ടും അതാ വരുന്നു പുനഃസംഘടന നടത്തും എന്ന വെല്ലുവിളിയുമായി സുധീരൻ. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചോ മറ്റ് ഉയർന്ന തലങ്ങളെ സംബന്ധിച്ചോ നീട്ടിവെക്കണമെന്നുള്ള യാതൊരു നിർദ്ദേശവും ആരും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും നിർദ്ദേശം വന്നാൽ തീർച്ചയായിട്ടും അത് പാലിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു നിർദ്ദേശം വരാത്തതുകൊണ്ട് പുനഃസംഘടനാ പ്രക്രിയയുമായി മുന്നോട്ട് പോകും. ഒരു തടസ്സവുമല്ല. ഇത് എത്രയും വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള സാഹചര്യം നിലവിലുണ്ട്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. അത് വിജയകരമായി മുന്നോട്ട് നീക്കാൻ സാധിക്കും എന്ന ഉത്തമ വിശ്വാസം. തൽക്കാലം ഓടി രക്ഷപ്പെട്ടു. സുധീരൻ അതൊക്കെ കണ്ട് ഹീറോയായി വിലസുകയൊന്നും വേണ്ട. പൂർവാധികം ശക്തിയോടെ അവർ തിരിച്ചെത്തും. ഇപ്പോൾ തന്നെ പ്രാദേശിക തലത്തിൽ ഗ്രൂപ്പ് മറന്ന് അവർ ഒന്നിച്ചു കഴിഞ്ഞു. കൊലപാതകവും അഴിമതിയുമെല്ലാം മറന്ന് പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സുധീറിനെ വെട്ടിനിർത്താനുള്ള അജണ്ടയുമായി അവർ ഒരുമിച്ച് വീണ്ടും ദില്ലിക്ക് വണ്ടി കയറിയേക്കും. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് വെള്ളാപ്പള്ളിയുടെ നാടകം. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം എന്ന ശക്തമായ ഒരു തീരുമാനമാണ് ഉണ്ടായത്. ഞാനൊരു പുതിയ പാർട്ടി രൂപീകരിച്ചു, അഖില കേരള കാലുമാറ്റ കക്ഷി.